ഇപ്പൊ ഇന്നിപ്പോൾ ഈ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്കെല്ലാം സഭയിൽ ഒരു നീണ്ട പ്രസംഗം മുഖ്യമന്ത്രിയുടേതുണ്ടാകും അല്ലേ? അതെ, ഈ 3 ദിവസം നീണ്ട നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ നന്ദി പ്രമേയ ചർച്ച. ഈ നന്ദി പ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷം നിരവധി ആരോപണങ്ങൾ സാധാരണഗതിയിൽ ഉന്നയിക്കാറുണ്ട്. അതേ രീതിയിലുള്ള ആരോപണങ്ങൾ ഈ സഭാ സമ്മേളന കാലയളവിൽ ഈ 3 ദിവസം നീണ്ടുനിന്ന ഇന്നിപ്പോ 3ാമത്തെ ദിവസം ചർച്ച നടക്കാൻ പോകുന്നേ ഉള്ളൂ. ശൂന്യവേള പുരോഗമിക്കുകയാണ്. അതിനുശേഷമായിരിക്കും ചർച്ചയിലേക്ക് കടക്കുക. നിരവധി ആരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉയർത്തിയിട്ടുണ്ട്. വന്യജീവി അക്രമവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമായി കഴിഞ്ഞ 2 ദിവസമായി നമുക്ക് കാണാൻ കഴിയുന്നത് PPE കിറ്റ് കൂടുതൽ കാശ് കൊടുത്ത് വാങ്ങി എന്നുള്ള CAG-യുടെ കണ്ടെത്തലാണ്. അത് ഈ പ്രതിപക്ഷത്തിൽ നിന്ന് പ്രസംഗിച്ച എല്ലാവരും ആ ആരോപണങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. അതിനൊപ്പമാണ് ബ്രൂവറിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് തുടക്കമിട്ടുകൊണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ആദ്യം ആരോപണം മുന്നോട്ട് വെക്കുന്നത്. പിന്നീട് ടി സിദ്ദീഖ് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ആദ്യ ദിവസം സംസാരിച്ചു. ഇന്നലെ ചട്ടം 285 പ്രകാരം അഴിമതി ആരോപണം എഴുതി നൽകി രമേശ് ചെന്നിത്തല ഉന്നയിച്ചു. എഴുതി നൽകി ഉന്നയിക്കുക എന്നുള്ളത് കുറച്ചുകൂടെ ഗൗരവ സ്വഭാവത്തിലുള്ള കാര്യമാണ്. അങ്ങനെ എഴുതി നൽകിയ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ചർച്ചയിൽ പങ്കെടുത്ത മറ്റാൾക്കാരും വിശദമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള ചോദ്യം മുന്നോട്ട് വെക്കുന്നു. വാർത്താ സമ്മേളനം നടത്തി രമേശ് ചെന്നിത്തലയും VD സതീശനും ചില ഗുരുതരമായ മറ്റു ചില ആരോപണങ്ങൾ കൂടി ഉന്നയിക്കുന്നുണ്ട്. അതിനെല്ലാം വിശദമായ മറുപടി മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടാകും. ഈ സാധാരണഗതിയിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞ് പോകുമ്പോൾ 2.5 മണിക്കൂർ 2.25 മണിക്കൂർ എടുക്കാറുണ്ട്. മുഖ്യമന്ത്രി എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചാണ് മറുപടി പറഞ്ഞു പോകുന്നത്. ഇന്നും വിശദമായ മറുപടി ഉണ്ടാകും. ബ്രൂവറിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉയർന്നു വന്ന ആരോപണങ്ങൾക്കെല്ലാം ഒരു വ്യക്തത വരുത്തുന്ന രീതിയിലുള്ള മറുപടി മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷെ ഒരു 3 മണിയോടുകൂടി 2:30-3 മണിയോടുകൂടി ആയിരിക്കും ഈ ചർച്ചയ്ക്കുള്ള മറുപടി മുഖ്യമന്ത്രി തുടങ്ങുന്നത്. വൈകുന്നേരം വരെ അത് നീണ്ടു നിൽക്കുകയും ചെയ്യും. എന്തായാലും ഇതുവരെ പ്രതിപക്ഷം ഉയർത്തിയ ആരോപണങ്ങൾ, പല കോണുകളിൽ നിന്ന് ഉയർന്നു വന്ന വിമർശനങ്ങൾ, ഇതിനെല്ലാമുള്ള മറുപടി മുഖ്യമന്ത്രിയിൽ നിന്ന് ഇന്ന് ഫ്ലോറിൽ ഉണ്ടാവും. ധന്യ. നന്ദഗോപാൽ വീണ്ടും ചേരുന്നത്. നന്ദഗോപാൽ, അവിടെ കുടിവെള്ള ക്ഷാമം നമുക്കറിയാം. പാലക്കാട് ജില്ലയുടെ ഒരു സ്ഥിതി എന്താണ്, അവസ്ഥ എന്താണ് എന്നൊക്കെയുള്ള വിഷയത്തിൽ ഏതാണ്ട് 90% ഭൂഗർഭജലം ഇല്ലാതാവുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത് വരുന്നത്. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ ഭേദമന്യൊരു പ്രതിഷേധം അവിടെ ഉയരാനുള്ള സാധ്യതയുണ്ട്. അതിനപ്പുറത്തേക്ക് വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ എന്നാൽ BJP-യിലെ ആളുകളിൽ ചിലർക്കെങ്കിലും ഈ വിഷയത്തിൽ വലിയ എതിർപ്പില്ല എന്ന് പറയുന്നുണ്ട്. അത്തരത്തിൽ പ്രതിഷേധങ്ങൾ എങ്ങനെയാണ് പാലക്കാട് നടക്കുന്നത്? ആരൊക്കെയാണ് നിലവിൽ ഇതിനെ അനുകൂലിക്കുന്നത്? ആദ്യഘട്ടം മുതൽ തന്നെ കോൺഗ്രസും BJP-യും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. ഈ ഒരു വാർത്ത വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ഈ എലപ്പുള്ളിയിൽ ബ്രൂവറി വരുന്ന സ്ഥലത്ത് കോൺഗ്രസും BJP-യും ചേർന്ന് കൊടിയൊക്കെ തന്നെ കുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ പ്രധാനമായും അവർ ചൂണ്ടിക്കാട്ടുന്ന വിഷയം ഈ ഭാഗത്ത് ഭൂഗർഭജലം വളരെയധികം കുറവാണ് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട പഠന റിപ്പോർട്ടുകളൊക്കെ തന്നെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒപ്പം അവിടെയുള്ള പ്രദേശവാസികളും ഇത് കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പ്രത്യേകിച്ചും ഇത്തരത്തിൽ ദിവസവും ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ആവശ്യം വരുന്ന ഒരു കമ്പനി അവിടെ വന്നു കഴിഞ്ഞാൽ അത് തങ്ങളുടെ കുടിവെള്ളത്തെയും ഒക്കെ കാര്യമായി ബാധിക്കുമെന്നുള്ളതാണ് പ്രദേശവാസികളും ചൂണ്ടിക്കാട്ടുന്നത്. ഇത് മുൻനിർത്തിക്കൊണ്ടുള്ള പ്രതിഷേധങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായൊക്കെ തന്നെ നടക്കുകയും ചെയ്യുന്നത്. ഒരുപക്ഷെ കോൺഗ്രസ് തിരുവനന്തപുരത്ത് ഒക്കെ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രതിഷേധങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയതെങ്കിൽ BJP ജില്ല കേന്ദ്രീകരിച്ചുള്ള പ്രതിഷേധങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ചൊക്കെ തന്നെ നടക്കുകയും ചെയ്തിരുന്നു.